ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ എപ്പോഴും സംസാരിക്കാറുള്ളൊരു ടോപ്പിക്കാണ് നമ്മളുടെ ഇന്ത്യയുടെ എണ്ണ വാങ്ങൽ നയങ്ങൾ, ക്രൂഡ് ഓയിൽ. കാരണം നമുക്കപ്പോൾ അത് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ. എവിടെ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്? ലഭ്യത ഇഷ്ടംപോലെ സ്ഥലങ്ങളിൽ നിന്നുണ്ട്, പല റീജിയൻസ് ഉണ്ട്. ഇപ്പം മിഡിൽ ഈസ്റ്റ് ഉണ്ട്, ആഫ്രിക്ക ഉണ്ട്, ലാറ്റിൻ അമേരിക്ക ഉണ്ട്, പിന്നെ റഷ്യ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ലഭ്യത ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളുടെ എണ്ണയുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ വാങ്ങൽ നമ്മൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ഏകദേശം പെട്രോളിയം മിനിസ്റ്റർ കണക്കനുസരിച്ചിട്ട് 40-ൽ പരം രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 40-ൽ പരം രാജ്യങ്ങൾ എന്ന് പറയുമ്പം എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഗണ്യമായ തോതിൽ നമ്മൾ വാങ്ങിക്കുന്നില്ല. പ്രധാനപ്പെട്ട രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ റഷ്യ അല്ലെങ്കിൽ സൗദി അറേബ്യ, UAE അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ, ഇറാഖ്, ഇങ്ങനെ വന്ന് നമ്മൾ താഴോട്ട് മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ചെറിയ തോതിലൊക്കെ തന്നെ വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വൈവിധ്യവൽക്കരിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എണ്ണയുടെ ഉപഭോഗം നമുക്കറിയാം, ലോകത്തിലെ 3ാമത്തെ കൺസ്യൂമറാണ്. അമേരിക്കയും ചൈനയും, അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ലോകത്തിലെ 3ാമത്തെ കൺസ്യൂമറാണ്. ഒരുപക്ഷെ സമീപ ഭാവിയിൽ എന്ന് പറയുമ്പോൾ 1-2 വർഷങ്ങൾക്കുള്ളിൽ നിന്നല്ല ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ ഒരു 5 to 10 years ചിലപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 കൺസ്യൂമർ, ഓയിലിൻ്റെ കൺസ്യൂമറായിട്ട് മാറാൻ സാധ്യതയുള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. കാരണം നമുക്ക് ജനങ്ങളുടെ ആവശ്യങ്ങൾ, പിന്നെ നമ്മളുടെ ഇൻഡസ്ട്രിയൽ പർപ്പസ്, എന്തെങ്കിലും സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകും തീർച്ചയായിട്ടും. നമ്മുടെ സാമ്പത്തിക രംഗം വളരും തോറും തീർച്ചയായിട്ടും ഈ പറഞ്ഞ ക്രൂഷ്യലായിട്ടുള്ള കമ്മോഡിറ്റി, ഇതൊരു കമ്മോഡിറ്റിയാണ്. അപ്പോൾ ഈ കമ്മോഡിറ്റിയുടെ, ക്രൂഡിൻ്റെ, പിന്നെ എനർജിയുടെ കൺസംഷൻ തീർച്ചയായിട്ടും നമുക്ക് വർദ്ധിക്കും. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് റിസ്ക്കുള്ളൊരു കാര്യമാണ്. റിസ്ക്കുള്ള കാര്യം എന്ന് പറയുമ്പോൾ ഇത്രയും വൻതോതിൽ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് ക്രൂഡ് വാങ്ങിച്ചേ വരത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഇറാൻ, ഇസ്രായേൽ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ കോൺഫ്ലിക്റ്റുകൾ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ പ്രതിസന്ധികൾ ഒക്കെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ദുരിതങ്ങൾ, ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ലോകത്തിലെ 3ാമത്തെ കൺസ്യൂമറായിട്ട് തന്നെ, എന്നുവെച്ചാൽ അത്രയ്ക്ക് 100-100-200 രാജ്യങ്ങളുള്ള ലോകത്ത് 3ാമത്തെ ഏറ്റവും വലിയ എനർജി കൺസ്യൂമർ ആകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നിസ്സാരമായ കാര്യമല്ല. ഭാവിയിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ചൈനയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ സ്ലോ ഡൗൺ ആവുകയും ഇന്ത്യയുടെ ഇൻഡസ്ട്രിയലൈസേഷൻ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ കൺസംഷനും കൂടും. കാരണം എക്കോണമിയുടെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ക്രൂഡ് എല്ലാ രാജ്യത്തിൻ്റെയും. അതുകൊണ്ടാണല്ലോ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നം, അല്ലെങ്കിൽ ഈ ഒരു എണ്ണ എല്ലാ രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ, പ്രത്യേകിച്ച് കൺസ്യൂം ചെയ്യുന്ന, ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യലാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളെ സംബന്ധിച്ചും ക്രൂഷ്യലാണ്. കാരണം അവരുടെ ട്രാൻസിറ്റ്, ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് അടച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾക്ക് എണ്ണ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. വാങ്ങിക്കുന്നവർക്കും പ്രശ്നമാണ്. അതുവഴി എണ്ണ വാങ്ങിക്കുന്ന ഇന്ത്യയെപ്പോലെ, ചൈനയെപ്പോലുള്ള രാജ്യങ്ങൾക്കും, ഒട്ടനവധി രാജ്യങ്ങൾക്കും അത് വിഷയമാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ എണ്ണ നയം, നമ്മുടെ എനർജി പോളിസി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഓയിൽ പോളിസി, ഓയിൽ ഡിപ്ലോമസി എന്നൊക്കെ നമുക്ക് പറയാം. അത് വളരെ ക്രിസ്റ്റൽ ക്ലിയറാണ്. എന്നുവെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇതിനകത്തിൽ പെർമനൻ്റായിട്ടുള്ള ഒരു നമുക്ക് ഫ്രണ്ടൊന്നുമില്ല. ഫ്രണ്ട് മീൻസ് ഒരു ഇന്നടത്തു നിന്ന് മാത്രമേ നമ്മൾ വാങ്ങിക്കൂ. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധം തുടങ്ങിയതിന് ശേഷം ആണ് നമ്മൾ ശരിക്കും റഷ്യയിൽ നിന്ന്, അതിന് മുമ്പ് നമ്മൾ റഷ്യയിൽ നിന്ന് വളരെ മീഗറായിട്ട്, വളരെ നാമമാത്രമായിട്ട് മാത്രമേ നമ്മൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങിക്കുന്നുണ്ടായിരുന്നു. യുദ്ധം തുടങ്ങിയതിന് ശേഷം തീർച്ചയായിട്ടും റഷ്യ നമുക്ക്, പ്രത്യേകിച്ച് നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമല്ല, അവരിൽ നിന്ന് ആരെണ്ണ മേടിക്കുന്ന അവർക്കെല്ലാം ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എണ്ണ റഷ്യ കൊടുക്കാൻ തയ്യാറായിരുന്നു. കാരണം അവർക്ക് എണ്ണ വിറ്റഴിച്ചേ വരത്തുള്ളൂ. അപ്പോൾ അവർക്ക് നഷ്ടം ഉണ്ടാകാത്ത രീതിയിൽ തീർച്ചയായിട്ടും അവർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവർക്ക് വരത്തില്ല, കാരണം സാങ്ഷനുകളുണ്ട്. അപ്പോൾ ഇന്ത്യയെ പോലെ, ചൈനയെ പോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ഈ പറഞ്ഞ ഡിസ്കൗണ്ടഡ് റേറ്റിൽ നമുക്ക് വൻതോതിൽ ഇത് ആവശ്യമുള്ളത് കൊണ്ടും ഡിസ്കൗണ്ട് റേറ്റിൽ ഏറ്റവും കൂടുതൽ ആ എണ്ണ അവിടുന്ന് റഷ്യയിൽ നിന്ന് സഖ് ചെയ്ത് രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ.
അപ്പോൾ ഡിസ്കൗണ്ടഡ് പ്രൈസിൽ നമുക്ക് എണ്ണ ലഭിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ തരാമെന്ന് റഷ്യ സമ്മതിച്ചതുകൊണ്ട്, നമ്മൾ യുക്രൈൻ വാറിന് ശേഷം, യുക്രൈൻ വാറിന് ശേഷം റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്നത് കൂടി എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. അതിന് മുമ്പ് അങ്ങനെ ഇല്ലായിരുന്നു. റഷ്യയിൽ നമ്മൾ എണ്ണ വാങ്ങുമായിരുന്നു. പക്ഷേ റഷ്യയെ ആശ്രയിക്കുന്നതിന് പകരം മിഡിൽ ഈസ്റ്റിലെ സൗദി, ഇറാഖ്, UAE ഇതുപോലുള്ള രാജ്യങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ട് മാറും. സൗദി ചിലപ്പോൾ, ഇറാഖ് ചിലപ്പോൾ മുമ്പിൽ, സൗദി മുമ്പിൽ, അങ്ങനെയൊക്കെയുള്ള വ്യത്യാസങ്ങൾ വരും. അതിനുശേഷം നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതൽ വാങ്ങിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞ യുദ്ധ സമയത്ത് നമ്മൾ ട്രംപിൻ്റെ ഭീഷണികളും സമ്മർദ്ദങ്ങളും സമ്മർദ്ദതന്ത്രങ്ങളും ഒക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ട്രംപ് ആവശ്യപ്പെടുന്ന ഡീല് നമ്മൾ ഏർപ്പെടുക, അല്ലെങ്കിൽ ട്രംപിന് ആവശ്യമുള്ള ഡീല് ശരിയാക്കി കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്ന കുറേ ആൾക്കാരുടെയും വിഷയം. എല്ലാവരുടെയും, എല്ലാ പ്രസിഡൻറ്റ്സ്, കാരണം ട്രംപ് നേരിട്ട് പച്ചയ്ക്ക് ബാർഗെയിൻ ചെയ്യുന്ന പോലെ ഇതിനു മുമ്പുള്ള പ്രസിഡൻറ്റുമാരെ നമ്മൾ കണ്ടില്ല. ട്രംപ് ഏത് രാജ്യത്തിൻ്റെ ലീഡേഴ്സിനെയും നിർത്തിക്കൊണ്ടായിരിക്കും പച്ചയ്ക്ക് ഓപ്പണായിട്ട് ട്രംപിന് വേണ്ടിയോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വേണ്ടിയോ എന്ന് പറയാനായിട്ട് ട്രംപിനോ അല്ലെങ്കിൽ ട്രംപിനെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ട്രംപ് സിസ്റ്റത്തിന് വേണ്ടി ട്രംപ് ബാർഗെയിൻ ചെയ്യുന്നു. മറ്റൊരു പ്രസിഡന്റ് നമ്മളിതുവരെ കണ്ടില്ല. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഡീൽ മേക്കിംഗ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് തയ്യാറാകുന്ന രാജ്യങ്ങളുമായിട്ട് ട്രംപിന് വിഷയമൊന്നുമില്ല. അതിന് തയ്യാറാത്ത രാജ്യങ്ങളെ പരമാവധി രീതിയിൽ പ്രഷറൈസ് ചെയ്യാനും അല്ലെങ്കിൽ സമ്മർദ്ദത്തിൽ ആക്കാനൊക്കെ അത് തന്ത്രമാണ് ശരിക്കും പറഞ്ഞത്. കാരണം ബേസിക്കലി ഈസ് ഒരു ബില്യണർ ബിസിനസ്മാനാണ്. അപ്പം ഹി നോസ്, ഇല്ലേ, റൂൾ ഓഫ് ദ ഗെയിം അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ വീണ്ടും ഈ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്നാണ്. നമ്മളിതിലും ട്രംപിൻ്റെ ഇത്രയൊക്കെ സമ്മർദ്ദവും ഭീഷണിയൊക്കെ ഉണ്ടായിട്ടും പല സമയങ്ങളിലും മാറിയും മറിഞ്ഞുമൊക്കെ തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയും പിറ്റേ ദിവസം പ്രൈം മിനിസ്റ്റർ മോഡി എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് പറയുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ട്രംപ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ റഷ്യയാണ് ഇപ്പോഴും ആശ്രയിക്കുന്നത്. ഈ റഷ്യയിൽ നിന്നാണ് നമ്മളിപ്പോഴും ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം റഷ്യ നമുക്കിപ്പോഴും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എണ്ണ തരുന്നുണ്ട്. അതിനകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്നല്ല, ഒരു പ്രധാനപ്പെട്ടൊരു ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെനിസ്വേലയിൽ നിന്നും എണ്ണ വാങ്ങിക്കാൻ തുടങ്ങി. കാരണം ഇപ്പോൾ വെനിസ്വേല എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ ട്രംപിൻ്റെ കഷത്തിലാണ്, അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അത് അങ്ങനെ ആണ്. അതിനു മുമ്പ് നമുക്ക് വെനിസ്വേലയിൽ നിന്ന് എണ്ണ മേടിക്കാൻ പറ്റില്ല. കാരണം വെനിസ്വേലയുടെ മുകളിൽ അമേരിക്കൻ സാങ്ഷനുകളുണ്ട്. അതിന് അത്രയും ദൂരം നമുക്ക് പോയിട്ട് എണ്ണ മേടിക്കുന്നത് വളരെ ലുക്രേറ്റീവ് അല്ലെങ്കിൽ ലാഭകരമല്ലായിരുന്നു. സാങ്ഷൻ നമുക്കിപ്പോൾ ഇറാനുമായിട്ടോ അല്ലെങ്കിൽ റഷ്യയായിട്ടൊക്കെ നമുക്ക് പറ്റും. പക്ഷേ വെനിസ്വേല സാങ്ഷൻഡ് ആയിരുന്ന സമയത്ത് നമുക്ക് അത്രയും അത് നമ്മളെ സംബന്ധിച്ച് വളരെ കോസ്റ്റ്ലി ആയിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം വെനിസ്വേല അമേരിക്കയുടെ നിയന്ത്രണത്തിലായി, ട്രംപിൻ്റെ നിയന്ത്രണത്തിലായി. അപ്പം വീണ്ടും നമ്മൾ അവിടുന്ന് എണ്ണ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പം അവിടുന്ന് നമുക്ക് ഡിസ്കൗണ്ടഡ് പ്രൈസിൽ എണ്ണ ലഭിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മിഡിൽ ഈസ്റ്റിലെ സംഘർഷമൊക്കെ ഏകദേശം ഒരു അയവ് വന്നിരിക്കുകയാണ്. ക്രൂഡ് ഓയിലിൻ്റെ വിലയിലും മാറ്റം വന്നിട്ടുണ്ട്. ക്രൈസിസ്, എപ്പോഴും ഇതുപോലുള്ള ക്രൈസിസുകൾ ഉണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ നമ്മൾ പറയുന്നത് നമ്മളെപ്പോലുള്ള രാജ്യങ്ങളിലെ സാധാരണക്കാർക്കാണ്. പക്ഷേ ഈ ഒരു ക്രൈസിസിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എപ്പോഴും ഇന്ത്യയിലെയും അമേരിക്കയിലെയും ചൈനയിലെയും ഇറാനിലെയും അല്ലെങ്കിൽ റഷ്യയിലെയും ഒക്കെ തന്നെ കച്ചവടക്കാരും അവരുടെ സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട നമ്മുടെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിൽ വരുന്ന ഓയിൽ അല്ലെങ്കിൽ അതുപോലുള്ള കോർപ്പറേഷൻസ് ഒക്കെ തന്നെയാണ് ലാഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായിട്ട് ഇപ്പോൾ അത് മനസ്സിലായി തുടങ്ങുകയും ചെയ്തു. ഓക്കെ, അത് നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അതിനകത്തിലൊന്നും യാതൊരു സ്വാധീനവും ഇല്ലൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അതൊരു യാഥാർത്ഥ്യമാണ്. ഏത് യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ജനങ്ങളായിരിക്കും, നേരിട്ടും അല്ലാതെയും. അതിൻ്റെ ലാഭം എപ്പോഴും ലാഭമുണ്ട് തീർച്ചയായിട്ടും. കാരണം ലാഭത്തിന് വേണ്ടിയാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നതും ചെയ്യുന്നതൊക്കെ. അത് ലോകമഹായുദ്ധം 1 ആയാലും 2 ആയാലും അതിനുശേഷം വന്നിട്ടുള്ള ചെറുതും വലുതായിട്ടുള്ള ഏത് കോൺഫ്ലിക്റ്റ് ആയാലും ശരി, ഇപ്പം റീസെൻ്റായിട്ടുള്ള ഗൾഫിലെ കോൺഫ്ലിക്റ്റ് ആയാലും ശരി, ഇതിനകത്തിൽ നിന്നെല്ലാം തീർച്ചയായിട്ടും വൻകിട കോർപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ പറഞ്ഞ പല ഓയിലുമായിട്ട് ബന്ധപ്പെട്ട മാത്രമല്ല, മറ്റ് ആയുധ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ടായാലും ഇപ്പം ഇനിയും ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ത്യയെല്ലാം റീകൺസ്ട്രക്ഷൻ ഉണ്ട്. ഇറാനിലും ഇസ്രായേലിലും $multi-billion റീകൺസ്ട്രക്ഷൻ നടക്കണം. ഈ പറഞ്ഞ ഇതിൻ്റെ കെടുതികൾ അനുഭവിച്ച രാജ്യങ്ങളെല്ലാം തന്നെ ഇതെല്ലാം വീണ്ടും കെട്ടിപ്പൊക്കണമല്ലോ.
അപ്പോൾ ഇതെല്ലാം മൾട്ടി ബില്യൺ ഡോളറിൻ്റെ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായിട്ടും ഇതുപോലുള്ള രാജ്യങ്ങളിലെ കോർപ്പറേഷൻസിന് മാത്രമായിരിക്കും കിട്ടുന്നത്. അപ്പം അവർക്കാണ് ലാഭം, വൻ ലാഭം അല്ലെങ്കിൽ കൊള്ള ലാഭങ്ങൾ. എത്ര നിരപരാധികൾ മരിക്കുന്നു അല്ലെങ്കിൽ മരിച്ചു എന്നുള്ളതൊന്നും അവരെ സംബന്ധിച്ച വിഷയമില്ല. അപ്പോൾ ഇന്ത്യയിലെ റിലയൻസ് ആയാലും ONGC ആയാലും അല്ലെങ്കിൽ ചൈനീസ് കമ്പനികൾ, ഇറാനിയൻ പിന്നെ അവരുടെ IRGC ആയാലും ശരി, IRGC അവരുടെ ഇപ്പോഴത്തെ ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് നമ്മൾ പറയുന്നത്, അതൊരു വലിയൊരു കോർപ്പറേറ്റ് എംപയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ അത് പിന്നെ അതൊരു വിഷയം എന്ന് പറയുമ്പോൾ ഈ ലാഭം ഉണ്ടാക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ നിർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും റഷ്യയിൽ നിന്ന് നമ്മൾ പ്രതിദിനം വൻതോതിൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഏകദേശം 2.66 മില്യൺ ബാരൽ എണ്ണയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഇപ്പോഴും. അത് ജൂണിലെ കണക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മെയ് മാസം നമ്മൾ 1.91 മില്യൺ ബാരലായിരുന്നു പ്രതിദിനമാണ്, ഒരു ദിവസം. ഇതിപ്പം ജൂൺ ആയപ്പോഴത്തേക്ക് പ്രതിദിനം പെർ ഡേ എന്നുവെച്ചാൽ ഓരോ ദിവസവും ആവറേജ് 2.66 മില്യൺ ബാരൽ എണ്ണ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴും റഷ്യയാണ് നമ്പർ 1 ആയിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റിൽ നിൽക്കുന്നത്. കാരണം ഇപ്പോഴും റഷ്യ ഡിസ്കൗണ്ടഡ് പ്രൈസിലാണ് നമുക്ക് എണ്ണ തരാൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നു. അതിനകത്തിൽ നമുക്ക് പെർമനൻറ്റ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ പെർമനൻറ്റ് എനിമീസൊന്നുമില്ല. നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യം ഒരു പരിധി വരെ നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ. കാരണം ഇന്ത്യക്ക് എവിടുന്ന് ഏറ്റവും നമുക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലഭിക്കും. കാരണം അത്രയും ദൂരം കുറവാണ്. പക്ഷേ അവിടെ നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസിൽ നമുക്ക് ലഭിക്കത്തില്ല, അത് വേറെ കാര്യം. ഇപ്പോൾ റഷ്യ ഇങ്ങനൊരു സാഹചര്യത്തിലായതിന് മാത്രമാണ് നമുക്ക് ഡിസ്കൗണ്ട് പ്രൈസ് കിട്ടുന്നത്. ഒരുപക്ഷെ യുദ്ധം മാറി നോർമലൈസേഷൻ അവിടെ പീസായി കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടത്തില്ല അവർ ഉറപ്പായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റഷ്യയിൽ നിന്ന് ഒരുപക്ഷെ ഓയിൽ വാങ്ങിക്കുന്ന നിർത്തും. പൂർണ്ണമായിട്ടില്ലെങ്കിൽ തന്നെയും നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന രീതിയിലുള്ള ഗണ്യമായ രീതിയിൽ നമ്മൾ ഒരുപക്ഷെ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങിക്കത്തില്ലായിരിക്കും. പിന്നെ നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് വീണ്ടും നമ്മളുടെ ശ്രദ്ധ തിരിയുമായിരിക്കും. കൂടുതൽ സൗദി, ഇറാഖ് ഇതുപോലുള്ള രാജ്യങ്ങളായിരിക്കും നമ്മൾ, UAE ഇതുപോലുള്ള രാജ്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ റഷ്യയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ തരുന്നത്. 2ാം സ്ഥാനത്ത് പിന്നെ റഷ്യയ്ക്ക് പിന്നിൽ UAE ആണ്. ഇപ്പോൾ UAEയിൽ നിന്ന് മെയ് മാസം ജൂൺ മാസം നമ്മൾ 2 മാസം എടുക്കുമ്പോൾ കുറവ് വന്നിട്ടുണ്ട്. അതായത് 6,36,000 ബാരലാണ് UAEയിൽ നിന്ന് എത്തുന്നത്. പക്ഷേ മെയ് മാസം 6,44,000 ബാരൽ പെർ ഡേ ആണ് തോന്നുന്നത്. അപ്പോൾ മെയ് മാസത്തിനേക്കാൾ കുറഞ്ഞിട്ടുണ്ട് ജൂണിലെ നമ്മൾ UAEയിൽ നിന്ന് വാങ്ങിക്കുന്ന വില. 3ാം സ്ഥാനത്ത് സൗദി അറേബ്യയാണ്. നമ്മൾ സൗദി അറേബ്യ ഒരിക്കലും നമ്മൾ എന്താണ് പറയുന്നത് ഒഴിവാക്കി മാറ്റി നിർത്തത്തില്ല. കാരണം സൗദി, ഇറാഖ്, UAE ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ കുവൈറ്റ് അല്ലെങ്കിൽ ഇതുപോലുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ പ്രാഥമികമായിട്ട് നമ്മൾ ആശ്രയിക്കുന്നതും. ഇനി ഒരു പക്ഷേ ഈ പറഞ്ഞ ഗൾഫിലെ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഇപ്പം നോർമലൈസ് ആയി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും യുക്രൈൻ യുദ്ധം നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ റഷ്യ നമ്മൾ ഇപ്പോൾ ആശ്രയിക്കുന്ന രീതിയിൽ വൻതോതിൽ ആശ്രയിക്കാനുള്ള സാധ്യതയില്ല. സൗദിയിൽ നിന്ന് 3,84,000 ബാരലാണ് നമ്മൾ പ്രതിദിനം ഇറക്കുമതി ചെയ്യുന്നത്. അത് UAEയേക്കാളും കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ UAE ആയിട്ട് അല്പം കൂടെ മെച്ചപ്പെട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലൂടെയാണ് ഒരു പക്ഷേ ഇങ്ങനൊരു വർധനവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വെനിസ്വേലയിൽ നമ്മളിപ്പോൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 ടോപ്പ് 5 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് വെനിസ്വേല വന്നിട്ടുണ്ട്. അപ്പോൾ റഷ്യൻ എണ്ണ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന പോലെ തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേലയിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്നുണ്ട്. കാരണം അവരെ സംബന്ധിച്ചും അവരുടെ രാജ്യത്തിന് എണ്ണ വിറ്റ് വേണം ശരിക്കും വരുമാനം ഉണ്ടാക്കുവാൻ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ അമേരിക്കയാണ് അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത്, ട്രംപിൻ്റെ കൂട്ടാളികളുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് എണ്ണ തരാമെന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞായിരുന്നല്ലോ തീർച്ചയായിട്ടും. അപ്പം റിലയൻസ് അവിടുന്ന് എണ്ണ വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായിട്ടുള്ള വെനിസ്വേല ലോകത്തിലെ ഏറ്റവും റിസർവുള്ള രാജ്യമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ എല്ലായിടത്തും ക്രൂഡ് ഒരുപോലല്ല. റഷ്യയിലെ ക്രൂഡ് പോലെ ആയിരിക്കത്തില്ല വെനിസ്വേലയിലെ പോലെ ആയിരിക്കത്തില്ല സൗദി അറേബ്യയിലെ, മിഡിൽ ഈസ്റ്റിലെ. ഹെവി ആൻഡ് ഹൈ സൾഫർ ക്രൂഡ് ആണ് ഈ പറഞ്ഞ വെനിസ്വേലയിലുള്ളത്. അപ്പോൾ എല്ലാ റിഫൈനറികൾക്കും ഇത് സംസ്കരിച്ചെടുക്കാൻ പ്രയാസമായിരിക്കും, ഈ വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത്തരം
ഈ പറഞ്ഞ വെനിസ്വേലൻ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാനുള്ള റിഫൈൻ ചെയ്യാനുള്ള റിഫൈനറീസ്, അതായത് റിലയൻസിൻ്റെ ഒക്കെ തന്നെ ആയിരിക്കും, ശുദ്ധീകരിക്കാനുള്ള സംവിധാനം ഉണ്ടെന്നാണ് പറയുന്നത്. ഒരുപക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും ഓയിൽ റിഫൈനിങ് ഹബ്ബായിട്ട് ഇന്ത്യയെ മാറിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ക്രൂഡ് ഓയിൽ ഈ വെനിസ്വേലയിൽ നിന്നുള്ള ഈ പറഞ്ഞ ഹെവി ക്രൂഡ് സംസ്കരിക്കാനുള്ള റിഫൈൻ ചെയ്യാനുള്ള സംവിധാനം ഇന്ത്യയിലെ റിഫൈനറീസിനുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വെനിസ്വേലയിൽ നിന്ന് എണ്ണ മേടിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് കൂടുതൽ എണ്ണ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാം. അപ്പോൾ റിലയൻസ് പോലുള്ള കമ്പനികളിലാണ് അവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെനിസ്വേലൻ എണ്ണ വാങ്ങിക്കുന്നതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഒരു പക്ഷേ സമീപ ഭാവിയിൽ, ഇനി വരാൻ പോകുന്ന ഭാവിയിൽ നമ്മൾ വെനിസ്വേലയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങിക്കാനുള്ള, കാരണം ഈ ട്രംപും ഒക്കെ ആയിട്ടുള്ള നമ്മളുടെ ഇൻഡോ അമേരിക്കൻ ട്രേഡ് എന്താണ് പറയുന്നത്, ഫ്രീ ട്രേഡൊക്കെ നമ്മളിപ്പം താമസിയാതെ തന്നെ ഒരു പക്ഷേ എന്താണ് പറയുന്നത് നിലവിൽ വരും. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് ഒരു പക്ഷേ കൂടുതൽ എണ്ണ വെനിസ്വേലയിൽ നിന്ന് തരാനുള്ള സാധ്യത നമുക്ക് ഉണ്ട്. വെനിസ്വേലയിൽ നമ്മൾ കൂടുതൽ എണ്ണ വാങ്ങിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ നമ്മൾ കുറച്ചിട്ടുണ്ട്. ജൂണിൽ അത് കുറഞ്ഞിട്ടുണ്ട്. 91,000 ബാരൽ പ്രതിദിനം എന്ന് വെച്ചാൽ വളരെ കുറവാണ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് നമ്മൾ അമേരിക്കയിൽ നിന്ന് വാങ്ങുന്നത്. മെയ് മാസത്തിൽ നമ്മൾ 2,52,000 ബാരലായിരുന്നു. ജൂൺ ആയപ്പോഴത്തേക്ക് ഒറ്റ മാസത്തിൽ പകുതിക്ക് താഴെയായിട്ട് നമ്മളത് കുറച്ചിട്ടുണ്ട് അമേരിക്കയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ. അപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു നയം, നമ്മളുടെ എണ്ണ വാങ്ങൽ അല്ലെങ്കിൽ ഓയിൽ ഡിപ്ലോമസി അല്ലെങ്കിൽ ഓയിൽ പോളിസി എന്നൊക്കെ പറയാം, എന്താ പറയുക, എനർജി പൊളിറ്റിക്സ് എന്നൊക്കെ പറയാം, ഓയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എനർജി ഡിപ്ലോമസി എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിലെ ഈ സംഘർഷം ഉണ്ടായതിന് ശേഷം, പ്രത്യേകിച്ച് ഇസ്രായേൽ ഇറാൻ വാർ തുടങ്ങിയതിന് ശേഷം, കഴിഞ്ഞ വർഷമല്ല ഈ വർഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച്, അതായത് ഈ വർഷം ഫെബ്രുവരി 28-നാണ് യുദ്ധം ഉണ്ടായത്, ഇത്രയും രൂക്ഷമായിട്ടുള്ള ഇസ്രായേൽ ഇറാൻ. അപ്പോൾ അതിനുശേഷം നമ്മൾ കഴിഞ്ഞ വർഷം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം ഒരു ഷോർട്ട് ടൈം വാർ ഉണ്ടായല്ലോ ഇസ്രായേലും ഇറാനുമായിട്ട്, അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ തീർച്ചയായും നമ്മളുടെ എണ്ണ നയങ്ങൾ അല്ലെങ്കിൽ എണ്ണ വാങ്ങൽ നയം നമ്മൾ ഒന്ന് റീകൺസ്ട്രക്റ്റ് ചെയ്തായിരുന്നു. കാരണം നമ്മളെ സംബന്ധിച്ച് എണ്ണ എവിടുന്ന് കിട്ടിയാലും നമുക്ക് വാങ്ങുവാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ പറഞ്ഞ ട്രാൻസിറ്റ് ഇപ്പം കടലിൽ കൂടെ ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള ചോക്ക് പോയിൻറ്റ്സിനൊന്നും പ്രശ്നങ്ങളുണ്ടായത്, അല്ലെങ്കിൽ കടലിൽ ഈ പറഞ്ഞ സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് പ്രതിസന്ധി പോലുള്ള പ്രതിസന്ധികളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ കൂടി അല്ലെങ്കിൽ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഈ വാങ്ങൽ നമ്മൾ വിന്യസിച്ചു എന്ന് പറഞ്ഞു, അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് 10-40 പരം രാജ്യങ്ങളിൽ നിന്ന് നമ്മളിപ്പോൾ വാങ്ങിക്കുന്നുണ്ട് ഫലത്തിൽ. ഇപ്പോൾ അങ്കോള, നൈജീരിയ, എനിക്കത് ഗാന, ബ്രസീൽ, ഇപ്പോൾ വെനിസ്വേല ഒക്കെ മേജറായിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി നമ്മൾ സാധാരണ കേൾക്കുന്ന എപ്പോഴെന്താണ് റഷ്യ, സൗദി, ഇറാഖ്, കുവൈറ്റ്, UAE, പിന്നെ വെനിസ്വേല നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ബാക്കി ആഫ്രിക്കയിലൊക്കെ നൈജീരിയ പോലുള്ള ഒത്തിരി രാജ്യങ്ങൾ തീർച്ചയായിട്ടും ഓയിൽ റിസർവ് ഉള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമ്മൾ ചെറുതല്ലാത്ത തോതിൽ നമ്മൾ ഇത്രയും ഈ ഗണ്യമായ അല്ലെങ്കിൽ വലിയ അളവിൽ നമ്മൾ വാങ്ങിക്കുന്നില്ലെന്നുള്ളൂ. പക്ഷേ തീർച്ചയായിട്ടും നമ്മൾ എതിരോട്ടൊക്കെ ലിങ്ക് ഉണ്ട് നമുക്ക്. എന്നിട്ട് നാളെ നമുക്കൊരു ഇവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോയി ബന്ധം ഉണ്ടാക്കിയെടുത്ത് മേടിക്കുന്നതിനേക്കാൾ നല്ല റിലേഷൻ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് എന്തെങ്കിലും വർദ്ധിക്കും. അപ്പോൾ വർദ്ധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വൻതോതിൽ നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് എന്തെങ്കിലും ഓയിൽ വാങ്ങിക്കാൻ സാധിക്കണമെന്നുള്ള രീതിയിൽ നമ്മളുടെ ആ ഒരു പിന്നെ ഓയിൽ പൊളിറ്റിക്സ് അല്ലെങ്കിൽ എനർജി പൊളിറ്റിക്സ് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുകയും നമ്മൾ ഡൈവേഴ്സിഫിക്കേഷൻ, ഭയങ്കരമായ ഡൈവേഴ്സിഫിക്കേഷൻ എന്താണ് അതിന് പുനഃക്രമീകരിക്കണം, നമ്മൾ ശരിക്കും റീകൺസ്ട്രക്റ്റ് ചെയ്യണം. അപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ മാത്രം എന്നോ അല്ലെങ്കിൽ റഷ്യയെ മാത്രം എന്നോ നമുക്കങ്ങനെ പോളിസി ഇല്ല. ഇപ്പോൾ റഷ്യയുടെ കാര്യം നമ്മൾ പറഞ്ഞു, റഷ്യൻ വാറിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് റഷ്യ നമുക്ക് ഡിസ്കൗണ്ടഡ് റേറ്റിൽ ചുളുവിലയ്ക്കെന്ന് പറയുന്ന ഓയിൽ നമുക്ക് തരുന്നത്. ഈ യുക്രൈൻ വാർ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് കിട്ടത്തില്ല. റഷ്യക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല.
പിന്നെ ഒരു പക്ഷേ ഈ യുദ്ധം ഈ പറഞ്ഞ ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇറാൻ ഇസ്രായേൽ അല്ല, ഇറാൻ അമേരിക്കൻ യുദ്ധം നിന്നതുപോലെ ആ യുദ്ധം നിന്ന് ഒരു പക്ഷേ റഷ്യയ്ക്ക് മുകളിലുള്ള സാങ്ഷനൊക്കെ അമേരിക്ക വേവ് ഓഫ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ പിന്നെ റഷ്യയ്ക്ക് ഗ്ലോബൽ ക്രൂഡ് മാർക്കറ്റിൽ അവർക്ക് വളരെ ഫ്രീ മീൻസ് അവർക്ക് മറ്റ് തടസ്സങ്ങളൊന്നുമില്ലാതെ അവർക്ക് എണ്ണ വിറ്റഴിക്കാൻ സാധിക്കും. അപ്പോൾ അവർ ഡിസ്കൗണ്ട് പ്രൈസിൽ നിന്ന് കൊടുക്കത്തില്ല. അപ്പോൾ ഇന്ത്യക്ക് അവിടെ നിന്ന് പോയിട്ട് എണ്ണ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഈ പറഞ്ഞ അത്രയും ബെനഫിഷ്യൽ ആയിരിക്കത്തില്ല. നമുക്ക് മിഡിൽ ഈസ്റ്റാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അടുത്ത സ്ഥലമായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും, കാരണം നമുക്കിപ്പം ഈ ഇതിനകത്തിലെ ഷിപ്പിംഗ് കോസ്റ്റും ഫ്രൈറ്റ് ഇൻഷുറൻസ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഘടകങ്ങളാണ് ശരിക്കും. അപ്പോൾ ഇത് ദൂരം കൂടുന്തോറും ഇതൊക്കെ കൂടുതൽ നമുക്ക് കൊടുക്കേണ്ടി വരും. മനസ്സിലായല്ലോ. ഇപ്പോൾ നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരുന്ന അത്രയും അതേ ഇപ്പോൾ ഉദാഹരണത്തിന് വെനിസ്വേലയും സൗദി അറേബ്യയും നമുക്ക് ഒരേ പ്രൈസിൽ തരുന്നിരിക്കട്ടെ, പക്ഷേ നമുക്ക് വെനിസ്വേല എത്രയും ദൂരമായതുകൊണ്ട് അവിടുന്ന് മേടിക്കുന്ന ഓയിലിനായിരിക്കും നമുക്ക് ഏറ്റവും ഇവിടെ വരുമ്പോഴത്തേക്ക് കോസ്റ്റ് പെർ ബാരൽ ഉണ്ടാകുന്നത്. കാരണം ഷിപ്പിംഗ് കോസ്റ്റ്, ഫ്രൈറ്റ്, ഇൻഷുറൻസ്, പിന്നെ മറ്റെന്തെല്ലാം ചിലവുകളുണ്ടാകും. മനസ്സിലായത്. അപ്പോൾ നമുക്കെപ്പോഴും പ്രോക്സിമേറ്റ് ആയിട്ടുള്ള ഏറ്റവും അടുത്ത മിഡിൽ ഈസ്റ്റ് തന്നെയാണ്. പക്ഷേ നമ്മൾ മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിച്ചല്ല നമ്മൾ മുന്നോട്ട് ഇനിയും ഇപ്പോൾ നമ്മുടെ ഓയിൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങലിൽ നമ്മൾ ഇമ്പോർട്ട് ഡൈവേഴ്സിഫിക്കേഷൻ, ബ്രസീൽ, കരീബിയൻ ഐലൻഡ്സ് എന്നൊക്കെ പറയുന്ന ചെറിയ ചെറിയ ദ്വീപുകളുണ്ട് നമുക്ക്. നമ്മൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വെസ്റ്റ് ഇൻഡീസ് നമ്മൾ പറയുന്നത്. അപ്പോൾ കരീബിയൻ ഐലൻഡ്സ്, അപ്പോൾ അങ്ങനെയുള്ള ദ്വീപുകളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ അകലങ്ങളിൽ നിന്നൊക്കെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് വെനിസ്വേല, ബ്രസീൽ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, പിന്നെ റഷ്യ, പിന്നെയുണ്ട് ഓയിലുള്ള ഇഷ്ടം പോലെ സെൻട്രലൈഷൻ ഒത്തിരി റിപ്പബ്ലിക്സ് ഒക്കെ തന്നെ ഉണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ നിന്നൊക്കെ തന്നെ നമ്മൾ 40 രാജ്യം എന്ന് പറഞ്ഞാൽ ഒട്ടും കുറവല്ലോ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ 4-5 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ 40ഓളം രാജ്യങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ ഇമ്പോർട്ട് എന്താ പറയുന്നത് ലിസ്റ്റിലുണ്ട്. പറഞ്ഞാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ പർച്ചേസ് അല്ലെങ്കിൽ നമ്മുടെ ഓയിൽ ബൈയിങ് നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദൂരത്തുനിന്ന് പോലും നമ്മളിപ്പോൾ എണ്ണ വാങ്ങുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും ഒരു പ്രത്യേക റീജിയനെ മാത്രം ആശ്രയിക്കേണ്ട, അല്ലെങ്കിൽ ഒരു പ്രത്യേക ചില രാജ്യങ്ങളെ മാത്രം നമ്മൾ ആശ്രയിക്കേണ്ട എന്നുള്ളൊരു നമ്മളുടെ പോളിസി, അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്തിന് ഗുണകരമാണ് എപ്പോഴും. കാരണം എല്ലായിടവും യുദ്ധം ഉണ്ടാകുന്ന പ്രദേശങ്ങളാണ് ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങളൊക്കെ തന്നെ. ഇല്ല, റിസോഴ്സ് ഉള്ളിടത്താണല്ലോ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. വെനിസ്വേല ആയാലും ആഫ്രിക്കയിലെ രാജ്യങ്ങളൊക്കെ തന്നെയും ഈ പറഞ്ഞ ഓയിലിൻ്റെയും അല്ലെങ്കിൽ അതുപോലുള്ള റിസോഴ്സിൻ്റെയും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് തന്നെ സിവിൽ വാർ ഉണ്ടാകുന്നതൊക്കെ തന്നെ ഇതിൻ്റെയൊക്കെ പേരിലാണ്. മിഡിൽ ഈസ്റ്റിൽ ഇല്ലേ, നമുക്ക് ഓയിലിൻ്റെയും ഗ്യാസിൻ്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലാണ് അവിടെ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് സോണായിട്ട് നിലനിൽക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ഓയിലും റിസോഴ്സും ഗ്യാസും ഒക്കെ ഉള്ളിടത്തൊക്കെ തന്നെ തീർച്ചയായിട്ടും ഭാവിയിലും യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പർച്ചേസ് ചെയ്യുന്ന, ഓയിൽ വാങ്ങുന്ന, ഇമ്പോർട്ട് ചെയ്യുന്ന നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധയോടുകൂടി നമ്മൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന തിരിച്ചറിവിലാണ് നമ്മൾ ഇത്രയും വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ഓയിൽ പോളിസി അല്ലെങ്കിൽ ഓയിൽ ഡിപ്ലോമസി, എനർജി ഡിപ്ലോമസിയെ നമ്മൾ ആശ്രയിക്കുകയും ഇപ്പോൾ ഇത്രയും രാജ്യങ്ങളെ നമ്മൾ ഓയിലിന് വേണ്ടി നമ്മൾ ആശ്രയിക്കുകയും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോഴും റഷ്യയാണ് നമ്മുടെ ഒന്നാമത്തെ ഡെസ്റ്റിനേഷൻ മീൻസ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആദ്യം, പിന്നെ UAE, പിന്നെ മൂന്നാമത് സൗദി, വെനിസ്വേല, അമേരിക്ക, ഇങ്ങനെയുള്ള ആ ഒരു പട്ടികയിലാണ്. ഇറാഖൊക്കെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഡെസ്റ്റിനേഷനാണ്. കുവൈറ്റൊക്കെ തന്നെ ഇല്ലെന്ന് പറയുന്നില്ല, അതിങ്ങനെ മാറി മറിഞ്ഞൊക്കെ ഇരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രധാന ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുള്ളത്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.